പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു മാപ്പിന് പുറകെ നാട്ടിലുള്ള എല്ലാ കൊള്ളക്കാരും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ നീ മുന്നോട്ട് നീക്കാൻ എന്ന് പറയാണ്. എന്നിട്ട് ആ ഒരു മാപ്പ് അയാൾക്ക് കൊടുത്തു വിടുകയാണ്. ഇപ്പോ മറ്റൊരു സ്ഥലത്ത് പട്ടാള യൂണിഫോം ധരിച്ച കുറച്ചു പേർ അവിടെ ഒരു വീടിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരെല്ലാരും തന്നെ കൊറിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഹീറോയെ കാണാനാണ്. അവനെ നമുക്ക് ക്രിസ് എന്ന് വിളിക്കാം. ക്രിസ് ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. ബൗണ്ടി ഹണ്ടർ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്ത കുറ്റവാളികളെ വേട്ടയാടി പിടിച്ച് പോലീസിന് കൈമാറി അതിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികം കൊണ്ട് ജീവിക്കുന്നവരാണ് ബൗണ്ടി ഹണ്ടേഴ്സ്. ചുരുക്കി പറഞ്ഞ മനുഷ്യവേട്ടക്കാർ എന്ന് തന്നെ നമുക്ക് പറയാം. ക്രിസിനെ ഇപ്പോ കാണാൻ വന്ന ഈ ഒരു സ്ത്രീ പറയാണ്, ഞങ്ങൾക്കൊരു മാപ്പ് നീ കണ്ടുപിടിച്ച് കൊണ്ടുതരണം. അത് ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാപ്പാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മിസ്സാക്കരുത്. ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞാല് നീ ചോദിക്കുന്ന പണം ഞങ്ങൾ തരുന്നതാണ്. അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ക്രിസിന് ഹാപ്പിയായി. അവൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ആ ഒരു മാപ്പിന് പുറകെയുള്ള യാത്ര അവിടെ തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ ആ മാപ്പ് കൊടുത്തുവിട്ട നമ്മുടെ ധനികനായ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാള് ആ നാട്ടിലെ തന്നെ വളരെ കുപ്രസിദ്ധനായ ഒരു ഡോണിനെ കാണാൻ എത്തിയിരിക്കുകയാണ്. അവന് നമുക്ക് ഹാമർ എന്ന് വിളിക്കാം. ഈ ഒരു ധനികൻ ഹാമറിനോട് പറയാണ്, നാളെ മഞ്ചൂരിയയിലേക്ക് പോകുന്ന ആ ഒരു ട്രെയിനിൽ ഒരു ബാങ്കർ വരുന്നുണ്ട്. കനിമരു എന്നാണ് അവന്റെ പേര്. അവന്റെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ടാവും. അത് നീ മോഷ്ടിക്കണം. ഞെട്ടൊന്നും വേണ്ട, ഇയാൾ കൊടുത്തുവിട്ട അതേ മാപ്പ് തന്നെ. ആ ഒരു മാപ്പ് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാപ്പിന് കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു പൈസ കനിമരുവിന്റെ അടുത്ത് നിന്ന് വാങ്ങുകയും ചെയ്യാം. മാപ്പ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാപ്പ് തിരിച്ച് അവരുടെ കയ്യിലേക്ക് തന്നെ എത്തും. അതാണ് ഈ ഒരു ധനികന്റെ പ്ലാൻ. പക്ഷേ അയാളുടെ കൂടെ ജാപ്പനീസ് പട്ടാളക്കാരുണ്ടാവും. അതുകൊണ്ട് നീ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയണം. ഇത് കേട്ടിട്ട് ഹാമർ ചിരിക്കുകയാണ്. അയാൾ നല്ലൊരു എമൗണ്ട് ഹാമറിന് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാമറും സന്തോഷത്തോടെ ആ ഒരു ജോലി ഏറ്റെടുത്തിട്ട് ആ ഒരു മാപ്പിന് പുറകെ അവന് ഇറങ്ങിത്തിരിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് ആകാശത്തുകൂടെ പറന്നു വരുന്ന ഒരു കഴുകൻ. അതൊരു റെയിൽവേ ട്രാക്കിലേക്ക് പറന്നിറങ്ങാണ്. അവിടെ ചത്തുകിടന്ന ഏതോ ഒരു ജീവിയുടെ ശവശരീരം കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്ന കാക്കകളെ ആട്ടിപ്പായിച്ച് അതും കൊത്തിയെടുത്ത് ട്രാക്കിന് പുറത്തേക്ക് പറന്നു. ആ ഒരു സമയത്ത് തന്നെ അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു വന്നിരുന്ന ഒരു ട്രെയിൻ ആ ട്രാക്കിലൂടെ കടന്നു പോവാണ്. ഇപ്പൊ നമ്മൾ ഈ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഒരാൾ